ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ചിലർക്കത് വെറും മതിലുകൾ മാത്രം. പക്ഷേ ഞങ്ങൾക്കിത് സ്വപ്നങ്ങളുടെ തുടക്കമാണ്. ഞങ്ങളുടെ മനസ്സിലെ ഭാവനയ്ക്കനുസരിച്ച് പണിത ഞങ്ങളുടെ ചെറിയ ലോകം. ഇന്ന് ആ മനോഹരമായ വീടിൻ്റെ ഓരോ ഭാഗവും നിങ്ങളെ കാണിക്കാനാണ് പോകുന്നത്. സോ വെൽക്കം ടു അവർ ഡ്രീം ഹോം ടൂർ. ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് മോനും ഒരു ഫോൺ എടുത്ത് വന്നിട്ട് വീഡിയോ പിടിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ കാണുന്നത്. റോഡിൽ നിന്ന് നമ്മൾ വീടിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടാണ് വരുന്നത്. റോഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ഇതാണ് നമ്മുടെ മുറ്റം മൊത്തം ഇൻ്റർലോക്ക് ഇട്ടേക്കുവാണ്. പിന്നെ എൻ്റെ ചെടിത്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളാണ് ഈ മുന്നിലൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗമായ നമ്മുടെ ജൂഡോൻ്റെ കൂടാണിത്. കൂടിൻ്റെ മേലെ ഓടാന്ന് ഇട്ടേക്കുന്നത്. എന്നിട്ടും ഭയങ്കര ചൂട് തന്നെയാണ് അവന്. അതുകൊണ്ടാണ് അതിൻ്റെ മേലെ ഓല വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഒരു ബെഞ്ചും 2 അരപ്രൈസും സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? ഇത് ഹാളാണ്. ഹാളിലൊരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫേൻ്റെ പിറകിലായിട്ട് ചെറിയൊരു ടീപ്പോയും. ഇതൊരു വാൾ ടൈല് പോലെ ഒട്ടിച്ചേക്കുന്നതാണ്. ടൈലല്ല ശരിക്കും. പിന്നെ ഫാനിൻ്റെ ചുറ്റും കണ്ട ഇത് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു കലാകാരൻ്റെ കലാവിരുതാണത്. നല്ല പോലെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരാകാശവും അതിലൊരു പക്ഷികൾ പറക്കുന്ന ചിത്രമാണത്. ഇത് എൻ്റെ പൂജാ യൂണിറ്റ്, ചെറിയൊരു പൂജാ യൂണിറ്റ്. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇത് പാർട്ടീഷൻ ചെയ്തതാണ്. മൾട്ടിവുഡിലാണ് ഈ പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. ഹാളിലേക്ക് കയറി വരുമ്പോഴുള്ള റൈറ്റ് ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള മോഡലിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ തന്നെ അവർ ചെയ്തു തരും. ഞങ്ങളുടെ ഈ വീടിൻ്റെ പണി കരാറ് കൊടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തം വീടിൻ്റെ പണിയും കഴിഞ്ഞിട്ട് അവർ താക്കോല് തരുകയാണ് ചെയ്തത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കിച്ചൺ ടൂറിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണണേ. ഹാളിൽ നിന്ന് നേരെ കിടക്കുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു 6 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ടേബിളും 6 ചെയറുമാണ് ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അവിടെ തന്നെയായിട്ടാണ് സ്റ്റെയർ കേസ് വെച്ചേക്കുന്നത്. ഡൈനിങ്ങിൽ അവിടെ ഒരു ഫോട്ടോ കോർണർ വെച്ചേക്കുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പുല്ല് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കല്ലുകളുമുണ്ട്. ഇനി നമ്മളുടെ ബെഡ്റൂമിലേക്ക് ഇവിടെ ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിൽ നിന്ന് അപ്പുറം ഇപ്പുറം 2 ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മേലെ കൊടുത്തിരിക്കുന്നത് സീലിംഗ് ആണ്. സീലിങ്ങിൽ ലൈറ്റ് വർക്ക് ചെയ്തേക്കുന്നതാണ്. എല്ലാ റൂമിലും ഒരു വാളിന് വേറെ കളറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു പിസ്ത ഗ്രീനാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫാമിലി കോട്ട് കട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് ബേ വിൻഡോ. എല്ലാ റൂമിലും ബേ വിൻഡോ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തേക്കുന്നത്. റൂമിൽ 2 വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബേ വിൻഡോയും ഒരു സാധാ വിൻഡോയും. ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ മുകൾ വശം വാർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളൊന്ന് കാണാം. ബാത്റൂമിലെ ടൈലൊരു ഗ്രേ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തൊരു കോമ്പിനേഷനാണ്. അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ്. കോർണറിലൊരു വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ആ മിററിൻ്റെ മുകളിലൊരു ചെറിയൊരു ട്യൂബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. തറയിലും ഗ്രേ കളർ തന്നെയാണ് ടൈൽ കൊടുത്തേക്കുന്നത്. വീട്ടിലുള്ള മൊത്തം ഫ്ലോറിലും വൈറ്റ് കളറുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ
രണ്ടാമത്തെ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത്. മറ്റേ റൂം പോലെ തന്നെയാണ്. ഇതിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ ഉള്ളിൽ നിന്ന് കൊടുത്തത് കൊണ്ട് വാർഡ്രോബൊക്കെ ഇതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെയും 2 വിൻഡോ ഉണ്ട്. ഒരു ഫാമിലി കോട്ട്, കട്ടിലും ബെഡും ഇട്ടിട്ടുണ്ട്. വാർഡ്രോബ് കുറച്ച് അധികം ഉള്ളത് ഇവിടെയാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഈ ബാത്റൂം സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് നേരത്തെ കണ്ട റൂമിലെ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇതും. ഇവിടെയും അതിന് ഡോർ കൊടുത്തെന്ന് മാത്രം. ഇവിടെ ഈ വാളിന് കൊടുത്തേക്കുന്ന ബ്ലൂ കളർ പെയിൻ്റാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. ഇതാണ് നമ്മളെ ലാസ്റ്റ് ബെഡ്റൂം. കുട്ടികളുടെ ബെഡ്റൂമാണിത്. ഇത് തന്നെയാണ് ഗസ്റ്റ് റൂമായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമാണ്. എല്ലാ റൂമിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 റൂമിലും 3 ഡിസൈനിലാണ് സീലിംഗ് വർക്ക് ചെയ്തത്. നല്ലപോലെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമിലും. ഈ റൂമിൽ ഒരു വാളിന് കൊടുത്തേക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ്. ഈ വാളിന് കൊടുത്തിട്ട് ആ ലൈറ്റില്ലേ, അതൊരു നല്ലൊരു ലൈറ്റാണ് കേട്ടോ. അധികം വെട്ടമില്ലാത്തൊരു ലൈറ്റാണത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബെഡ് ഒരു കിങ് സൈസിലുള്ളതാണ്. ഈ റൂമിലും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോയ്ക്കും കർട്ടനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂം അത്യാവശ്യം മറ്റു ബാത്റൂമിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള ബാത്റൂമാണിത്. എല്ലാ ബാത്റൂമിൻ്റെ ടൈല് തന്നെയാണ് ഈ ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത്. 3 ബാത്റൂമിലും ഒരേ ടൈലും ഒരുപോലെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരിടമാണ് നമ്മുടെ കോർട്ട്യാർഡ്. അതിനു മുന്നേ നമ്മൾ കിച്ചൺ ടൂറും ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ കാണിച്ചതാണ്. അതുകൊണ്ട് കിച്ചൺ മൊത്തത്തിൽ കാണിച്ചു തരുന്നില്ല. ഈ ഓപ്പൺ കിച്ചൺ കണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ടുണ്ടോ? എല്ലാവരും കമൻറ്റിലൊന്ന് പറയണേ എങ്ങനെയുണ്ടെന്ന്. ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് നമ്മളെ കോർട്ട്യാർഡ് ഉള്ളത്. ഒരു വെറൈറ്റി വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കോർട്ട്യാർഡ് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്ന് കമൻറ്റിൽ പറയണേ. കോർട്ട്യാർഡിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കോർട്ട്യാർഡാണ്. അതിൽ പറ്റിയ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. മൊത്തം കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കോർട്ട്യാർഡിൻ്റെ ബാക്ക് വശം മൊത്തം കുരുടീസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭംഗി മൊത്തം ആ ബുദ്ധനാണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ബുദ്ധൻ. നമ്മുടെ മനസ്സറിഞ്ഞ് കിട്ടിയൊരു ഗിഫ്റ്റാണത്. ബാക്കി 2 വശവും കമ്പി അഴികളാണ്. പിന്നെ താഴെ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടം കുറച്ച് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുഴക്കല്ലുകളും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെടികളും. ഇത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ട് അതിൽ കൊടുത്തേക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ്. അത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറി നോക്കിയാലോ. സ്റ്റെയർ കേസിന് ചുറ്റും നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറുന്നിടത്ത് തന്നെ നമ്മൾ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് 3 കളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമായിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് ഫോട്ടോസും തൂക്കിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലെ വാളിൽ ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ വീട് 3 ബെഡ്റൂമോട് കൂടിയൊരു ഒറ്റനില വീടാണ്. അതുകൊണ്ട് സ്റ്റെയർ കേസ് റൂമായിട്ട് കുറച്ച് വലുപ്പത്തിൽ നമ്മൾ എടുത്തുവെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിൽ ഒരു ടേബിളും അവിടെ ഒരു ദിവാങ്കൂട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയിലൊരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ കേസ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം. തോട്ടിൻ്റെ അടുത്തായതുകൊണ്ട് നിറച്ചും മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെല്ലാം. അടുത്തുള്ള പ്രദേശമാണ് ഇതൊക്കെ കാണുന്നത്. തൊട്ടടുത്തുള്ള വീടുകളിലും നമ്മളെ മുന്നിലും ഒക്കെ നിറച്ചും മരങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ. ആ വീട് നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മളെ പഴയ വീട്. എൻ്റെ വീടിൻ്റെ പകലുള്ള വെളിച്ചത്തിൽ നിങ്ങളെല്ലാം കണ്ടില്ലേ? ഇനി നമുക്ക് രാത്രിയിലെ വെട്ടത്തിലൊന്ന് കണ്ടാലോ? റോഡിനെ ഉള്ള വ്യൂ ആണ്. മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. റോഡിൽ നിന്ന് കയറി വരുമ്പോഴേ 2 സൈഡിലായിട്ട് ഓരോ മൊട്ട് പോലത്തെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്ര ക്ലിയർ പോരാ എൻ്റെ ഫോണിന്, അതുകൊണ്ട് വ്യക്തമാവില്ല. നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. നമ്മുടെ വാതിൽ തുറന്ന പാടും ഫസ്റ്റ് കാണുന്നത് ആ ബുദ്ധനെയാണ് കേട്ടോ. ബുദ്ധന ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും രാത്രിക്ക് അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. പകൽ അതൊന്നും നമുക്ക് വ്യക്തമാവില്ലല്ലോ. രാത്രിക്കാണ് ഇതിൻ്റെ വെളിച്ചം മൊത്തം കിട്ടുന്നത്. TV യൂണിറ്റിൻ്റെ ഉള്ളിലായിട്ടും അതിൻ്റെ മുകളിലായിട്ടും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുഴുവനായിട്ടും കാണിച്ചതുകൊണ്ട് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഹോം ടൂറിൽ ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ലൈറ്റിൻ്റെ വെട്ടം കണ്ടോ? നല്ല അടിപൊളിയാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പുതുതായി വീഡിയോ എടുക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ വാസ്തുഗൃഹ എന്ന് പറഞ്ഞൊരു ഹോം ബിൽഡറാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തന്നിട്ടുള്ളത്. വാസ്തുഗൃഹ ഹോം ബിൽഡേഴ്സ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ അവർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വീട് എടുക്കണമെങ്കിൽ വാസ്തുഗൃഹയുമായി ബന്ധപ്പെട്ടാൽ മതി. വാസ്തുഗൃഹയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ പറയണേ. ഈ ലൈറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ നമ്മൾ കോർട്ട്യാർഡിന് ചുറ്റും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഈ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുള്ളത് ടഫൻ ഗ്ലാസ് ആണ്. ഈ ബുദ്ധനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല മനോഹരമായിട്ടില്ലേ? കോർട്ട്യാർഡിൽ മൊത്തം പുല്ല് പോലത്തെ ചവിട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും അലങ്കരിച്ചുകൊണ്ട് വെള്ളക്കല്ലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോർട്ട്യാർഡിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു 3 ടൈൽ പീസ് കൊടുത്തിട്ടുണ്ട്. അത് ആ പച്ച പുല്ലിൽ നല്ല അടിപൊളി സ്റ്റൈലാകട്ടോ. ഒന്നും കൂടെ നമുക്ക് സ്റ്റെയർ കേസ് കയറി കണ്ടിട്ട് വരാം. ഫോട്ടോസൊക്കെ കണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. സ്റ്റെയർ കേസ് റൂമിലെ ടേബിളിനോട് ചേർന്നിട്ടുള്ള ലൈറ്റാണിത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മളുടെ റൂമിലെ കബോർഡുകൾക്കും കിച്ചൺ കബോർഡുകൾക്കും എല്ലാത്തിനും
നമ്മൾ ഒരേ കളറിലുള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാവുന്ന രീതിയിലുള്ളൊരു ഹോം ടൂറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കിതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഈ വീടിൻ്റെ വേറെ വല്ല ഡീറ്റെയിൽസും അറിയണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇങ്ങോട്ടോ അങ്ങോട്ട് വരും. സ്റ്റെയർ കേസ് കയറി വരുന്നിടത്ത് 4 പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പർഗോളക്ക് പുറകിലായിട്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുമുണ്ട്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് അനിയൻ തന്ന ഗിഫ്റ്റാണ്. ഇത് അഥർവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ചേച്ചിമാരുടെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ സ്വപ്ന വീട്. ഓരോ കോണിലും ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഓർമ്മകളും ചേർന്നൊരിടം. നല്ല പെർഫെക്ഷനോട് കൂടിയൊരു ഹോം ടൂർ വീഡിയോ അല്ല എന്ന് എനിക്കറിയാം. ഈ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി കാണാം.